ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുബീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വഴുതിനിങ്ങ വെച്ച് ഒരു നാടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് കാണിക്കാം. നാടൻ കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായും ഈ കറിയും ഇഷ്ടപ്പെടും. വഴുതിനിങ്ങ കഴിക്കാത്ത കുട്ടികൾ പോലും ഈ കറിയിലെ വഴുതിനിങ്ങ എല്ലാം എടുത്ത് കഴിക്കും. അപ്പോൾ കറി തയ്യാറാക്കാനായി നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. കറി തയ്യാറാക്കാനായി ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തത്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് കുറച്ച് കൂടും. പിന്നെ 1 സ്പൂൺ ഉലുവയും ഒരു 4 വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പിടി ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ച് കിട്ടണം. ചെറിയ ഉള്ളി നന്നായി മൂത്ത് വന്നാൽ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന വഴുതിനിങ്ങയും നമുക്ക് ചേർക്കാം. ഞാനിവിടെ ചെറിയ 4 വഴുതിനിങ്ങയാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് എത്ര വഴുതിനിങ്ങ വേണോ അത്ര തന്നെ എടുക്കാവുന്നതാണ്. ഇനി എണ്ണയിൽ കിടന്ന് വഴുതിനിങ്ങ നന്നായിട്ടൊന്ന് വാടി വരയണം. നന്നായി വാടി വന്നാൽ 2 ചെറിയ തക്കാളി ഞാനിവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളായിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ ചേർത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പൊടിയുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്താൽ നമുക്ക് ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ സമയം വരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയുള്ള കറിയാവരുത്, എന്നാലോ ഒരുപാട് ലൂസായിട്ടുള്ള കറിയുമല്ല. കറി നന്നായിട്ട് തിളക്കാൻ വേണ്ടി നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നന്നായി തിള വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട അരപ്പ് ചേർക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് തേങ്ങയും അതിലോട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി, 2 വറ്റൽമുളകും 1 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് തിള വന്ന് കുറച്ചൊന്ന് കറി കുറുകി വന്നിട്ടുണ്ടാകും. അതിലോട്ട് നമ്മുടെ ഈ അരപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. കറി ഒരുപാട് കട്ടിയുമല്ല, എന്നാലോ ഒരുപാട് ലൂസായും പോകാൻ പാടില്ല. ഞാനിതാ ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ കറി നന്നായിട്ട് തന്നെ ഒന്ന് തിളവരയണം. തേങ്ങ ഒഴിച്ച് നന്നായി തിള വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ വഴുതിനിങ്ങ കറി ഇവിടെ സെറ്റായി റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. പിന്നെ ഈ കറി തയ്യാറാക്കുമ്പോൾ വഴുതിനിങ്ങ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കുകയും വേണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത്. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം.